ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രവാസ ലോകം അന്വേഷിച്ച ഷബീർ അലിയുടെ തിരോധാനം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. ആ സമയത്ത് ഞാൻ വന്നപ്പോൾ പിന്നെ എന്നെ തല്ലിയാണ്. അവൻ തല്ലിയതൊന്നും എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ലേശം ചോറ് തന്നെയാണ്. ഞാൻ ചോറ് വിളമ്പാൻ പോയപ്പോൾ അത് വേഗം ലേശം തുണികളൊക്കെ ഇട്ട് കാണും പുറത്തേക്ക് ഇറങ്ങി. ഈ വേഗം ഓട്ടോറിക്ഷയിൽ വെച്ചത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പോയാൽ തന്നെ വരുമല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ പോകണ്ട ഞാനും ഒരിക്കലും വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിൽ എല്ലോ സാധനം എന്ത് കിട്ടിയാലും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുറഞ്ഞിരുന്നല്ല ഞാൻ മഴനെ കുറ്റം ഇതാക്കി പറയണ്ട. നല്ലോണം വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എനിക്കറിയാലോ എല്ലാ സാധനവും ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ഗൾഫിലേന്. അപ്പോൾ അവിടുന്ന് ഞാൻ അങ്ങനെ ഓനും 2 മക്കളുണ്ട്. നല്ല സാറിൽ നോക്കിന്. അല്ലാതെ അങ്ങനെ കുടിച്ച് കൂത്താടി അങ്ങനെ നടന്നിക്കാണ്ട് ഇങ്ങനെ ഇതാക്കണോടൊന്നല്ലേ. ചെറിയ ആള് നോക്കുക. എന്താണ് മോള് നോക്കുന്നത്? വലിയമ്മ കരയണ കണ്ടിട്ട് കുട്ടിക്ക് വിഷമായി. ഷബീർ അലി നാട്ടിലെത്തി. ഷബീർ അലിയെ നാട്ടിലെത്തിക്കുവാൻ പ്രവാസ ലോകം സഹായകവുമായി. ഈ കഥ ഞങ്ങളുടെ സംവിധായകൻ റഫീഖ് റാവുത്തറുമായി പങ്കുവയ്ക്കുകയാണ് സഹോദരൻ ഷബീർ അലി. ഹലോ, ഷമീർ അല്ലേ? ഷമീർ റഫീഖാണ്, കേരള പ്രവാസ ലോകത്തിൽ. പറ, അപ്പൊ എന്തായി? ആള് വന്നിട്ട് ആളെ നമ്മള് മറ്റേ ഒരാൾക്ക് വിവരം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ടിവിയിലെ പരിപാടിയൊക്കെ കണ്ടപ്പോ പിന്നെ അവന് ഇത് തോന്നിട്ട് ആള് പറഞ്ഞു ഇന്ന സ്ഥലത്ത് എന്താണെന്നുള്ളത്. ആണോ? അല്ല, അപ്പൊ അയാളെന്ത് ഇത്രയും കാലം പറഞ്ഞില്ല? അതന്നെ അത് പറയാതിരുന്നത്. ഓൻ പറയണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. പിന്നെ അവന് ടിവിയിലെ പരിപാടി കണ്ടപ്പോ വിഷമമായി കാണും അല്ലേ? ടിവിയിലെ പരിപാടിയൊക്കെ കണ്ട്. അല്ല, പുള്ളിക്ക് വിഷമമായോ അത് കണ്ടു കഴിഞ്ഞപ്പോ? അതാണോ പറയാൻ കാരണം? ആര്? മറ്റാണോ? കൂട്ടുകാരന്. ഇങ്ങനെ ടിവിയിൽ പരിപാടി കണ്ടു എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ ടിവിയിലൊക്കെ കൊടുത്തല്ലേ നമ്മക്ക് എനിക്കിങ്ങനെ പരിപാടി അറിയത്. അല്ല, ആളുള്ള സ്ഥലം എനിക്കറിയാം. എന്നോട് ആള് പറയരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ തെറ്റെന്നൊക്കെ പറഞ്ഞോട്ടെ ഞാൻ പറയാതിരുന്ന പറഞ്ഞാണ്ടേ പറയാതിരുന്നാ പറഞ്ഞത്. ഇപ്പൊ ആള് എത്തിയിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആള് വീട്ടിലുണ്ട്. എന്താ പറയണ ഷബീർ? ഷബീർ ഇപ്പൊ ഉഷാറാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മറ്റേ അങ്ങനെ പിന്നെ നമ്മള് പോയത് കാര്യങ്ങളൊന്നും പിന്നെ അതിനെ കുറിച്ചൊന്നും വല്ലാണ്ട് ചോദിച്ചില്ല. കാരണം ഇനിയിപ്പോ അതിനെ പറ്റി ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് എഴുതിട്ട് ഉപ്പാനായിട്ടൊക്കെ പൊരുത്തപ്പെട്ട അപ്പൊ എല്ലാ ഉപ്പാനായിട്ടും ഉമ്മാനായിട്ടും ഭാര്യനായിട്ടൊക്കെ ഇപ്പൊ പൊരുത്തപ്പെട്ടല്ലോ, ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ വീട്ടിലെത്തിയ ഹാപ്പിയിലാണ്.